ഓം നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 24. രഥത്തിൽ നിന്നും ഇറങ്ങിയ ഉദ്ധവരെ കണ്ടിട്ട് അത്യാശ്ചര്യത്തോടുകൂടി നന്ദഗോപർ ഓടി വന്ന് ബഹുമാനപൂർവ്വം ആദരിച്ച് എതിരേറ്റ് മഞ്ചത്തിൽ കൊണ്ടുവന്നിരുത്തി. നേരത്തെ തന്നെ നന്ദൻ അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു. എന്നിട്ട് ഭോജ്യപാനീയങ്ങളൊക്കെ നൽകി ക്ഷീണമൊക്കെ തീർത്തതിന് ശേഷം വ്രജാധിപൻ വിനയപുരസരം ചോദിച്ചു, അല്ലയോ ഉദ്ധവ മഹാമതേ, ഞങ്ങളുടെ ആരോമൽ പൊന്നുണ്ണിക്ക് സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? വല്ല ദുഃഖവും അവനെ അലട്ടുന്നുണ്ടോ? ദേഹം നന്നായിരിക്കുകയാണോ? പാവം കൊച്ചുകുട്ടിയല്ലേ, എന്നിട്ടും രാജ്യഭരണ കാര്യങ്ങളിൽ അവന് തലയിടേണ്ടി വരുന്നത് എന്തൊരു ദുരദൃഷ്ടം. എന്നോടുകൂടി കഴിയേണ്ട എൻ്റെ പൊന്നു മകൻ ഇപ്പോൾ എവിടെ? ദൈവമേ, ഈ വാർദ്ധക്യ കാലത്ത് പുത്രദുഃഖം ഞാൻ അനുഭവിക്കേണ്ടി വരുന്നല്ലോ. എന്നെയും അമ്മ യശോദയെയും കൂട്ടുകാരായ ഗോപ ബാലന്മാരെയും പാട്ടുപാടി നൃത്തം ചെയ്ത് അവനെ രസിപ്പിച്ചുകൊണ്ടിരുന്ന ഗോപികളെയും ഈ ഗോകുലത്തെയും ഗോവൃന്ദങ്ങളെയും വൃന്ദാവനത്തെയും കാളിന്തിയെയും ഗോവർദ്ധനത്തെയുമെല്ലാം എൻ്റെ പൊന്നുമകൻ ഓമനക്കണ്ണൻ മറന്നു കളഞ്ഞല്ലോ. ഞങ്ങളെ കാണാനായി ഉണ്ണി ഇങ്ങോട്ട് വരികയില്ലേ? പീലിത്തിരുമുടിയും മഞ്ഞപ്പട്ടുടയാടയും ചാർത്തി ഇങ്ങനെ ഓടക്കുഴലൂതിക്കൊണ്ടുവരുന്ന കാറൊളി വർണ്ണനെ ഞങ്ങൾക്കിനി എന്ന് കാണാൻ കഴിയും? എത്രയെത്ര ആപത്തുകൾ വന്നെടുത്തു. എൻ്റെ ഉണ്ണി തന്നെ അതെല്ലാം തടുത്തു. ഗർഗമുനി പറഞ്ഞതുപോലെ രാമകൃഷ്ണന്മാർ ഈശ്വരന്മാരാണ്. കാളിയനെ മർദ്ദിച്ചതും ഗോവർദ്ധനം പൊക്കിയതും പൂതനാദികളെ വധിച്ചതും 10,000 ആനകളുടെ ശക്തിയുള്ള കംസനെ ഹനിച്ചതുമെല്ലാം ഓർക്കുമ്പോൾ എൻ്റെ ഉണ്ണി ദൈവം തന്നെയാണ്. ഓമനയായ രാമനും അവിടെ സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്? അവൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉള്ളതുകൊണ്ട് അവന് ദുഃഖത്തിന് വഴിയില്ല. നന്ദൻ പറയുന്നത് കേട്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് യശോദ വാതിലിനു പുറകിൽ നിൽക്കുകയായിരുന്നു. ഒടുവിൽ മനസ്സിൽ വിഷമം വർദ്ധിച്ചപ്പോൾ അവൾ നേരെ വന്ന് ഉദ്ധവരോട് ചോദിച്ചു, മഹാത്മൻ, എൻ്റെ കുഞ്ഞിന് ഇഷ്ടം പോലെ പാലും വെണ്ണയും കൊടുക്കാൻ അവിടെ ആരുണ്ട്? അവിടുത്തെ അവൻ്റെ അമ്മ വിചാരിച്ചാൽ എന്നെപ്പോലെ പാലും വെണ്ണയും കൊടുക്കാൻ അവർക്ക് കഴിയുമോ? പശുപാലനമല്ലല്ലോ അവരുടെ തൊഴിൽ. വെണ്ണയും പാലും എത്ര കഴിച്ചാലും തൃപ്തി വരാതെ പിന്നെയും ഗോപികളുടെ വീടുകളിൽ കയറി കട്ട് തിന്നുകൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞ്, ഈശ്വര, പശുവിനെ കറക്കുമ്പോൾ കാലും പിണച്ച് പാൽപാത്രവുമായി നിൽക്കുന്ന എൻ്റെ കുഞ്ഞ്, എൻ്റെ പൊന്നോമന കൺമണി, അവനെ ഞാൻ ഇനി എന്ന് കാണും? മണ്ണ് തിന്നെന്ന് പിള്ളേര് പറഞ്ഞത് കേട്ട് ഞാൻ അവൻ്റെ വായ പൊളിപ്പിച്ച് നോക്കിയപ്പോൾ എന്തെല്ലാമാണ് അവൻ ആ വായിൽ കാണിച്ച് എന്നെ പേടിപ്പിച്ചത്. നന്ദഗോപന്റെയും യശോദയുടെയും കൃഷ്ണനോടുള്ള വാത്സല്യാതിരേകം കണ്ട് ഉദ്ധവർ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. യശോദ പ്രസവിച്ചില്ലെന്നേയുള്ളൂ. ഒരു മാതാവിന്റെ സർവ്വ ചുമതലയും ആ മഹതി നിർവഹിച്ചു. എന്നിട്ടും ഭഗവാന് അമ്മയെ ഒന്ന് കാണുവാൻ ആഗ്രഹം തോന്നുന്നില്ലല്ലോ. മായയ്ക്ക് അതീതനായ അദ്ദേഹത്തിന് മായയില്ലായിരിക്കാം. ഇങ്ങനെ വിചാരിച്ച് ആ യാദവ ശ്രേഷ്ഠൻ അവരെ സമാധാനപ്പെടുത്തി. ലോകരക്ഷകനായ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമാണ് കൃഷ്ണൻ. അദ്ദേഹത്തെ പുത്രനായി പരിലാളിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച നിങ്ങൾ ജീവൻ മുക്തരായി തീർന്നിരിക്കുന്നു. കൃഷ്ണൻ ആരുടെയും മകനല്ല, പ്രത്യുത സമസ്ത ലോകങ്ങളുടെയും ആദികാരണ പുരുഷനാണ് അദ്ദേഹം. ആ തത്വം ആലോചിച്ചാൽ നിങ്ങളുടെ ദുഃഖം താനേ ശമിക്കും. അദ്ദേഹം എപ്പോഴും നിങ്ങളുടെ സമീപത്തുണ്ട്. പക്ഷേ മായ കൊണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലെന്നേയുള്ളൂ. ഉടനെ യശോദ കയറി പറഞ്ഞു, ഇല്ല മഹാത്മൻ, ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ മഞ്ഞത്തുകിലും കാലിക്കോലും എടുത്തു നോക്കും. പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ പൊന്നുമകൻ അരികിൽ നിൽക്കുന്നതായി ഞാൻ കാണും. ഉടനെ അവൻ ഓടി മറിഞ്ഞു കളയും. ഉദ്ധവർ തുടർന്നു, ഒട്ടും സങ്കടപ്പെടേണ്ട. നിങ്ങളുടെ പൊന്നോമന മകൻ കൃഷ്ണൻ താമസിയാതെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ട് സന്തോഷിപ്പിക്കുമെന്ന് ഇവിടെ ധരിപ്പിക്കുവാൻ പ്രത്യേകം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ ഉപനയനവും ഗുരുകുലവാസവും കഴിഞ്ഞു. അതും നിങ്ങളെ ധരിപ്പിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൺമണിയുടെ പൂണൂൽ കല്യാണവും വിദ്യാഭ്യാസവും ഇത്ര വേഗം കഴിഞ്ഞോ? ആ നീല കായാമ്പൂ മേനിയില് വെള്ള പൂണൂല് അണിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതൊന്ന് കണ്ട് ആനന്ദിക്കുവാൻ എൻ്റെ കണ്ണുകൾ കൊതിക്കുന്നു. വിദ്യാഭ്യാസവും കഴിഞ്ഞെന്നോ? അവൻ എന്തെല്ലാം പഠിച്ചു? ആരായിരുന്നു ഗുരുനാഥൻ? ദുഃഖം മറന്ന് സന്തോഷവതിയായി മാതാവ് ചോദിച്ചു. ഉദ്ധവർ മറുപടി അരുളി, സർവവും അറിഞ്ഞിരിക്കുന്നവന് പ്രത്യേകം ഒന്നും പഠിക്കാനില്ലെങ്കിലും എല്ലാം പഠിച്ചു. സാന്ദീപനി എന്ന ഒരു മുനിയാണ് ഗുരുഭൂതൻ. ഗുരുദക്ഷിണയായി അദ്ദേഹത്തിന്റെ മരിച്ചുപോയ പുത്രനെ
പ്രേതലോകത്ത് പോയി കൊണ്ടുവന്നു കൊടുത്തു. ഈ ദൃശ്യം കൃഷ്ണനെക്കുറിച്ച് പലതും സംസാരിച്ചുകൊണ്ട് നിദ്രാവിഹീനരായി അവർ നിശ കഴിച്ചുകൂട്ടി. അരുണോദയത്തിന് മുമ്പ് തന്നെ ഉദ്ധവർ സ്നാനാദി നിത്യകർമ്മങ്ങൾ കഴിഞ്ഞു നന്ദഗ്രഹത്തിൽ തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും നേരവും വെളുത്തു. ഗോപികൾ പ്രാതസ്നാനത്തിനായി പുറപ്പെട്ട സമയം കൊടിക്കൂറയോട് കൂടിയ ഒരു തേര് പുറത്തു കിടക്കുന്നത് കണ്ട് എല്ലാവരും ഒന്നിച്ചുകൂടി അത് ആരുടേതാണെന്ന് അന്വേഷിച്ചു. പണ്ട് അക്രൂരൻ വന്ന രഥം പോലെയുള്ള ഒന്നാണല്ലോ ഇത്. മധുരയിൽ നിന്നും നമ്മുടെ കണ്ണൻ തിരിച്ചു വന്നതായിരിക്കുമോ എന്നിങ്ങനെയുള്ള സന്ദേഹ ചിന്തകളോടെ ആ സന്നദ്ധഗാത്രികൾ അങ്ങുമിങ്ങും അവലോകനം ചെയ്തു. നന്ദഗ്രഹത്തിലിരിക്കുന്ന മാന്യ അതിഥിയെ അവർ കണ്ടു. അന്വേഷണത്തിൽ ശ്രീകൃഷ്ണ സന്ദേശവും കൊണ്ട് മധുരയിൽ നിന്നും വന്ന യാദവ മന്ത്രിയായ ഉദ്ധവനാണ് ഇരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കി. ആ ബന്ധുരാഖികൾ സന്താപഹൃദയരായി തൊഴുതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. സ്ത്രീ സഹജമായ വ്രീളയോടും വണക്കത്തോടും ഒക്കെ കൂടി ചോദിച്ചു, അവിടുന്ന് ഞങ്ങളുടെ ആനന്ദമൂർത്തിയായ മുകുന്ദന്റെ ദൂതനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഗോകുലത്തിൽ അദ്ദേഹത്തിന് മാതാപിതാക്കളെ മാത്രമേ സമാധാനിപ്പിക്കാനുള്ളൂ എങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. ഭക്തകളായ ഞങ്ങളുടെ കാര്യം ഭക്തവത്സലൻ മറന്നു കളഞ്ഞു. ഞങ്ങളെ അദ്ദേഹം എന്തിനോർമ്മിക്കുന്നു? ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആരുമല്ല, വെറും ദാസികൾ. ഭർത്താക്കന്മാരെയും അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം മറന്ന് അദ്ദേഹത്തിന്റെ വേണുഗാനം കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് മഴക്കാറ് കണ്ട മയിൽപ്പേടുകളെ പോലെ നൃത്തം ചെയ്ത് ആ പുണ്യ വിഗ്രഹത്തെ പലവിധ ലീലകളാടി രസിപ്പിച്ചാരാധിച്ച് ഞങ്ങളെ അദ്ദേഹം വെടിഞ്ഞു, മറന്നു. പ്രഭോ, അങ്ങ് കേൾക്കണം. ഞങ്ങളുടെ മാത്രമായിരുന്ന ആ കണ്ണനെ, താമരക്കണ്ണനെ വാത്സല്യഭക്തിയോടെ പ്രേമിച്ചു. പക്ഷേ അത് ശൃംഗാരമായിരുന്നില്ല. അങ്ങ് തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ഞങ്ങളുടെ മാന്തളിർ മനസ്സിനെ സ്നേഹത്തിന്റെ പനിനീർ തളിച്ച് പുളകം കൊള്ളിച്ചു. ആ പുളകത്തിന്റെ കുളിർമ പെട്ടെന്ന് വിരഹത്തിന്റെ അഗ്നിയായി മാറി. ഈ ചാതക പക്ഷികളെ വെടിഞ്ഞ് ആ കാർമേഘം അങ്ങ് പറന്നുപോയി. അങ്ങ് ഞങ്ങളുടെ ആരാധനാമൂർത്തിയായ ആ താമരക്കണ്ണന്റെ ദൂതനാണ്. ഞങ്ങളൊരു സത്യം പറയുന്നു, അങ്ങ് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളുടെ കൃഷ്ണൻ ഞങ്ങളെ മറന്നുവെങ്കിലും ഞങ്ങൾക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിവില്ല. അദ്ദേഹത്തിന്റെ ശ്യാമസുന്ദരമായ കമനീയ രൂപം ഞങ്ങൾ ഓരോരുത്തരുടെയും മനോമുകുരത്തിൽ സദാ നിഴലിച്ചുകൊണ്ടിരിക്കും. ഭക്തിയുടെ പരിമളം നിറഞ്ഞ പൂമാല്യം ചാർത്തി ഞങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കും. എങ്കിലും പ്രാണനു തുല്യം സ്നേഹിച്ചുകൊണ്ടിരുന്ന ഈ ഗോപികളെ ആ മന്മഥ സുന്ദരൻ മറന്നു കളഞ്ഞല്ലോ. അദ്ദേഹം മായയില്ലാത്തവനാണോ? പ്രഭോ, ഈ ഗോപികൾ ഗണികകളല്ല, വേശ്യകളല്ല. കൃഷ്ണനിൽ മാത്രം മനസ്സുകൊണ്ട് പാതിവൃത്യം അനുഷ്ഠിക്കുന്ന ഭഗവത് ഭക്തകളാണ് ഞങ്ങൾ. കൃഷ്ണൻ ഞങ്ങളെ വന്നു കണ്ടില്ലെങ്കിലും ഞങ്ങൾ എന്നും ആ കമലനേത്രനെ കാണുന്നുണ്ട്, ആ ഓടക്കുഴൽനാദം കേൾക്കുന്നുണ്ട്. എന്നും കണ്ണന് ഞങ്ങൾ വെണ്ണ നിവേദിക്കുന്നുണ്ട്. അമ്പാടിയും ഗോകുലവും ഗോപവൃന്ദങ്ങളും ഗോപസ്ത്രീകളും കാളിന്തിയും ഗോവർദ്ധനവും രാസക്രീഡയും മനോമോഹന മുരളീഗാനവും ചേർന്നുള്ള കഥയാണ് യഥാർത്ഥ ശ്രീകൃഷ്ണ കഥാമൃതമെന്ന് ഞങ്ങൾ പറഞ്ഞതായി ആ കല്യാണരൂപിയെ അങ്ങ് ധരിപ്പിക്കണം. അദ്ദേഹം വിഷ്ണുവിന്റെ അവതാരമാണെങ്കിൽ ആ വിഷ്ണു ഭക്തകളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്തപ്രിയനല്ല. തന്നെ കാമിച്ചു വന്ന രാവണ ഭഗിനിയെ അദ്ദേഹം അനുജനെ കൊണ്ട് വിരൂപിണിയാക്കി അയച്ചു. ഞങ്ങളെയും കൃഷ്ണൻ അതുപോലെ ക്ഷതഹൃദയകളാക്കി ത്യജിച്ചു. ഭക്തനായ ബാലിയെ ഒളിയം പെയ്ത് അദ്ദേഹം കൊന്നു. ഭക്തയായ ധർമ്മപത്നിയെ ഗർഭിണിയായിരിക്കുമ്പോൾ നിസ്നേഹം കാനനത്തിൽ തള്ളി. മാതാവായ രേണുകയെ വധിച്ചു. ഭക്തോത്തമനായ മഹാബലിയെ പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്തി. 10 മാസം ചുമന്നുപറ്റ മാതാവിനെ 10 വയസ്സുവരെ തിരിഞ്ഞു നോക്കിയില്ല. ആ കഥകളെല്ലാം ഓർക്കുമ്പോൾ കൃഷ്ണൻ ഭക്തകളായ ഞങ്ങളോട് ഈ വിധം കാണിച്ചത് അത്ഭുതമല്ല. എല്ലാം വിഷ്ണുമായ വിലാസങ്ങളായിരിക്കാം. അല്പജ്ഞാനികളായ ഞങ്ങൾക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. ഇനിയും അങ്ങേക്കൊരു കഥ കേൾക്കണോ? ഇവിടെ നിന്നും അക്രൂര രഥത്തിൽ അദ്ദേഹം മധുരാപുരിക്ക് തിരിച്ചപ്പോൾ ഈ ഭക്തകൾ അദ്ദേഹത്തിന്റെ പുറകെ ചെന്നിട്ട് സ്നേഹമേറിയ ഒരു വാക്കുപോലും അദ്ദേഹം ഉച്ചരിച്ചില്ല. ജ്യേഷ്ഠനും അനുജനും കൂടി പുഞ്ചിരിച്ചുകൊണ്ട് രഥത്തിൽ ഇരുന്നതേയുള്ളൂ. ആ മായാമയൻ അന്ന് തന്നെ ഈ പാവപ്പെട്ട ഗോപികളെ മറന്നു കഴിഞ്ഞിരുന്നു. ഈ വിധം ഭക്തി നൈരാശ്യത്തോടും ഭഗ്ന ഹൃദയത്തോടും വിസ്മൃത പ്രേമത്തിന്റെ വിരഹത്തോടും കൂടി ഗോപനാരികളുടെ സങ്കട ജൽപ്പനങ്ങൾ കേട്ട് ഉദ്ധവർ സ്തംഭിച്ച് ഇരുന്നു പോയി. ഭഗവാനെ, ഇങ്ങനെയും കൃഷ്ണഭക്തിയുണ്ടോ എന്ന് അത്ഭുതത്തോടെ അദ്ദേഹം ആത്മഗതം ചെയ്തു. ഒടുവിൽ അദ്ദേഹം അവരെ സമാധാനപ്പെടുത്തുവാൻ ആയിട്ട് പറഞ്ഞു,
പുണ്യവതികളായ ഭക്തകളെ, പാവനാംഗികളെ, നിങ്ങളെ ഞാൻ പുണ്യവതികളെന്ന് വിളിച്ച് നമോവാകം ചെയ്യുന്നു. നിങ്ങളോളം കൃഷ്ണഭക്തിയുള്ളവർ ഈ ഭൂമണ്ഡലത്തിൽ വേറെ ആരുമില്ല. അതുമൂലം നിങ്ങൾ പുണ്യവതികളും പാവനാംഗികളുമായി തീർന്നു. നിങ്ങളുടെ കൃഷ്ണൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതിന് യാതൊരു സന്ദേഹവുമില്ല. ഭഗവാൻ ഗോപികാരമണനാണ്, അത് നിങ്ങൾ ധരിക്കണം. നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അദ്ദേഹം വരാതിരിക്കുന്നത്. അക്രൂര രഥത്തിൽ കയറിയിരുന്നപ്പോഴും അദ്ദേഹം മിണ്ടാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളെ വിട്ടുപിരിയുന്നത് മൂലമുണ്ടായ സങ്കടം കൊണ്ടാണ്. കംസവധത്തിനു ശേഷം യദുവംശത്തിന്റെ നിലനിൽപ്പിന് പലതും അദ്ദേഹത്തിന് അവിടെ ചെയ്യാനുണ്ട്. അതെല്ലാം കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ വരും, വന്ന് നിങ്ങളെ എല്ലാവരെയും ആനന്ദിപ്പിക്കും. അദ്ദേഹം ആനന്ദമൂർത്തിയും അഭിലാഷദായകനുമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതേതോ അത് നിങ്ങൾക്ക് അദ്ദേഹം സാധിച്ചു തരും. നിങ്ങൾക്കുള്ള ഒരു സന്ദേശം നിങ്ങളെ ധരിപ്പിക്കുവാൻ അദ്ദേഹം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ സന്ദേശം ഇതാണ്, കേട്ടാലും. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപസുന്ദരികളെ, നിങ്ങൾ ഒരിക്കലും എന്നെ ഓർത്ത് സങ്കടപ്പെടരുത്. സദാസമയവും ഞാൻ നിങ്ങളെ സ്മരിക്കുന്നു. എൻ്റെ മനസ്സിൽ സദാ കളിയാടുന്നത് നിങ്ങളുടെ നിഷ്കളങ്ക വദനങ്ങളാണ്. സദാസമയവും എൻ്റെ കർണങ്ങളിൽ മുഴങ്ങുന്നത് നിങ്ങളുടെ കളഭാഷണമാണ്. നാം ഒന്നിച്ചു നടത്തിയ രാസക്രീഡയെ എനിക്ക് മറക്കാൻ കഴിയുമോ? വൃന്ദാവനത്തെയും കാളിന്തിയെയും ഗോപസ്ത്രീകളെയും മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. എൻ്റെ ഓടക്കുഴൽ ഇന്ന് മൂകമാണ്. നിങ്ങൾക്ക് മാനസാനന്ദം വളർത്തുവാനാണ് ഞാൻ മുരളീഗാനം ഉതിർത്തുകൊണ്ടിരുന്നത്. എന്ന് വൃന്ദാവനത്തിൽ വന്ന ഗോപാംഗനുകളുമായി വിഹരിക്കുമോ അന്ന് മാത്രമായിരിക്കും എൻ്റെ ഓടക്കുഴലെടുത്ത് ഞാൻ ഊതുന്നത്. ഞാൻ ഉടനെ വന്ന് നിങ്ങളെ എല്ലാവരെയും കണ്ട് ആനന്ദിപ്പിച്ചുകൊള്ളാം. ഞാൻ ഉടനെ വരാത്തതിൻ്റെ കാരണം ഉദ്ധവർ നിങ്ങളെ ധരിപ്പിക്കും. എന്നോട് പരിഭവം തോന്നരുത്. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വന്തം കൃഷ്ണൻ. ഇതാണ് സന്ദേശം. നിങ്ങൾ സന്തോഷമായി പോകൂ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃഷ്ണനെ ഞാൻ ധരിപ്പിക്കാം. ഈ അവസരത്തിൽ ഒരു പരമാർത്ഥ തത്വം കൂടി നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാനെന്നും എൻ്റെയെന്നും എനിക്കെന്നും അവനെന്നും ഇവനെന്നും നീയെന്നും ഇങ്ങനെ ഭേദങ്ങൾ തോന്നുന്നത് വെറും മിഥ്യയാണ്, മായയാണ്. മായയകലുമ്പോൾ രണ്ടെന്നുള്ള ഭാവം മാറുന്നു. അപ്പോൾ ഞാനുമില്ല, നീയുമില്ല, ഒന്ന് മാത്രമേയുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ഒന്നേ ഒന്ന് മാത്രമേയുള്ളൂ. മായ കൊണ്ട് പലതായി നാം കാണുന്നു. ഒരു വസ്തു കണ്ണാടിയിൽ പ്രതിബിംബിക്കുമ്പോൾ രണ്ടായി തോന്നപ്പെടുന്നു. കണ്ണാടി അകലുമ്പോൾ വീണ്ടും അതൊന്നാകുന്നു. അതുപോലെയാകുന്നു കണ്ണാടി അകലുമ്പോഴും ഒന്നായിത്തീരുന്നു. ആയതിനാൽ നിങ്ങളും കൃഷ്ണനും ഒന്നിൻ്റെ ഭേദങ്ങളാണെന്ന് ധരിച്ചുകൊള്ളുക. ഗോപികളായത് കൃഷ്ണൻ, കൃഷ്ണനായത് ഗോപികൾ. കൃഷ്ണനിൽ എപ്പോഴും ഗോപികളുണ്ട്, ഗോപികളിൽ എപ്പോഴും കൃഷ്ണനുമുണ്ട്. ഏവം വിധം പല തത്വോപദേശങ്ങളും പറഞ്ഞ് ഉദ്ധവർ ആ ഗോപികമാരുടെ ചിത്തസന്താപം ലഘുപ്പെടുത്തി. അതോടുകൂടി കൃഷ്ണവിരഹം സഹിക്കാനുള്ള ശക്തിയും തൻ്റെ ഇടവും അവരിൽ വളർന്നു. മാദകമായ വികാരം കൊണ്ട് ഒന്നും സാധിക്കാനില്ലെന്ന് ആ മദിരാക്ഷികൾക്ക് മനസ്സിലായി. ഉദ്ധവരുടെ ഉപദേശത്തോടു കൂടി ആ ഗോപവധൂടികളുടെ ഹൃദയ തമസ് അകന്ന് അവിടെ ജ്ഞാനസൂര്യോദയം വിളങ്ങി. അവർ പൂർവവൽ പുണ്യവതികളും ഭക്തകളുമായി തീർന്നു. ബുദ്ധിഗുണമോ ശാസ്ത്രജ്ഞാനമോ ഗുരുപദേശങ്ങളോ വേദവിജ്ഞാനങ്ങളോ കർമ്മജ്ഞാന യോഗ സിദ്ധികളോ യാതൊന്നുമില്ലാത്ത ഈ വല്ലവീമാനിനികൾക്ക് ഇത്രയും ഭക്തി വർദ്ധിച്ചത് എത്രയോ അത്ഭുതകരം. രതിലീലയുടെ വേഷത്തിൽ രാസക്രീഡയാടിയ ഗോപികമാനിനികള് അവർ അറിയാതെ തന്നെ ഭക്തിയുടെ ആനന്ദ നിർജ്ജരിയിൽ നിമഗ്നരായി. ഉദ്ധവർ അതോർത്ത് അത്ഭുതം പൂണ്ടു. കൃഷ്ണ ദൂതനെന്നുള്ള നിലയിൽ സന്തോഷവാനായിട്ട് അദ്ദേഹം എല്ലാവരോടും യാത്ര പറയാൻ തുടങ്ങിയ സമയം തൂമണം വിതറുന്ന പ്രഭാത പുഷ്പങ്ങൾ കോർത്തുണ്ടാക്കിയ ഏതാനും മാല്യങ്ങൾ കൊണ്ടുവന്ന് ഇത് ഞങ്ങളുടെ എളിയ ഉപഹാരമായി കണ്ണന്റെ കഴുത്തിൽ അങ്ങ് അണിയിക്കണം എന്ന് പറഞ്ഞ ഗോപികൾ ആ പുഷ്പഹാരങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അപ്പോൾ യശോദ അടച്ച വായ് മൂടി കെട്ടിയ ഒരു വെള്ളിപ്പാത്രം ഉദ്ധവരുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, അങ്ങ് മറ്റൊന്നും വിചാരിക്കരുത്. എൻ്റെ പൊന്നോമന തങ്കക്കൊടുത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പുതുവെണ്ണയാണിത്. ഇത് അവന് കൊടുക്കുമ്പോൾ അവൻ്റെ കോമള ചുണ്ടുകളിൽ ഉദിക്കുന്ന മൃദുപുഞ്ചിരി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കണ്ട് ആനന്ദിക്കണം. നന്ദഗോപർ ഒരു പൊതി കൊണ്ടുവന്നു പറഞ്ഞു, പ്രഭോ, ഇത് എൻ്റെ മകൻ ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞപ്പട്ടാണ്.
ഇതവൻ എടുക്കാതെയാണ് പോയത്. അച്ഛന്റെ വകയാണെന്ന് പറഞ്ഞ് ഇതവന് കൊടുക്കണം. കൊടുത്താൽ മാത്രം പോരാ, ഇത് അവനെ ഉടുപ്പിച്ചങ്ങ് ഭംഗി കാണണം. ഗോപാലന്മാരുടെ വകയായി ഏതാനും മാല്യങ്ങൾ അവരും കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഗോപന്മാർ കുറെ മധുര പക്വങ്ങളും ഞങ്ങളുടെ ഉണ്ണിക്കണ്ണന് തിന്നാനായി ഉദ്ധവരുടെ കയ്യിൽ കൊടുത്തയച്ചു. അങ്ങനെ ഭക്തിയുടെ പാലാഴിയിൽ നിന്നും കരയ്ക്കു കയറുന്നവനെന്ന പോലെ ആ യാദവ ശ്രേഷ്ഠൻ തന്നെ ഏൽപ്പിച്ച ഉപഹാരങ്ങളോടും കൂടി സ്യന്തനത്തിൽ വന്നു കയറി. എവിടെയും കരയുന്ന കണ്ണുകൾ, വിതുമ്പുന്ന ചുണ്ടുകൾ, ധീരോദാത്തനായ ഉദ്ധവരുടെ നയനങ്ങളും ബാഷ്പബദ്ധങ്ങളായി. എല്ലാവരോടും മധുര വാക്കുകൾ ചൊല്ലി അദ്ദേഹം യാത്ര തിരിച്ചു. സായാഹ്നത്തോടുകൂടി മധുരയിലെത്തി. ഉദ്ധവരഥം കണ്ട് ഉൽപ്പലനേത്രൻ ഓടി വന്ന് ഗോകുലത്തിൽ എന്തുള്ളു വിശേഷമെന്ന് ഉത്കണ്ഠയോടെ ചോദിച്ചു. സർവ്വ വിവരങ്ങളും ഉദ്ധവർ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. അനന്തരം ഉപഹാരങ്ങളും തൃക്കൈകളിൽ അർപ്പിച്ചു. ഗോപികളുടെ മാല്യങ്ങൾ അപ്പോൾ തന്നെ ഗോപകുമാരൻ കഴുത്തിലണിഞ്ഞു. യശോദ കൊടുത്തയച്ച വെള്ളിപ്പാത്രം തുറന്ന് 2 കുത്തു വെണ്ണയെടുത്തിട്ട് അങ്ങ് വിഴുങ്ങി. നന്ദഗോപൻ കൊടുത്തയച്ച മഞ്ഞപ്പട്ടെടുത്ത് കുടഞ്ഞ് ഉടുത്തു. ഗോപബാലന്മാരുടെ മാലകളെടുത്ത് ശിരസിൽ ചൂടി. ഗോപന്മാർ കൊടുത്തയച്ച പക്വങ്ങൾ കുറെയെടുത്ത് ആർത്തിയോടെ എന്ന വണ്ണം ഭക്ഷിച്ചു. ഉദ്ധവർ അതെല്ലാം നോക്കിക്കണ്ട്, ഭഗവാനെ, നിന്റെ മായാലീലകൾ അത്ഭുതകരം തന്നെ എന്ന് ഉള്ളിൽ ചിന്തിച്ച് രോമഹർഷം പൂണ്ടു. അടുത്തത് നമുക്ക് നാളെ പറയാം.